മറ്റൊന്ന് ഇപ്പോൾ മറ്റൊരു വിവരം പുറത്തു വരുന്നത് 5ാം മന്ത്രിസ്ഥാനം ലീഗിന് കിട്ടുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ഒരുപക്ഷെ 4ഉം ഒരു MK മുനീറിന് വേണ്ടി മറ്റൊരു സ്ഥാനവും മാറ്റിവെച്ചേക്കാം. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സ്പീക്കറാക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരാൾ കൂടി മന്ത്രി പദവിയിലേക്ക് പരിഗണിക്കപ്പെടുന്ന പശ്ചാത്തലമുണ്ടാകാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഇന്ന് തന്നെ ധാരണയിലെത്തണം. അതിനുള്ള തകൃതിയായ ഓട്ടത്തിലാണ് ഇന്ന് KPCC പ്രസിഡന്റും ഒപ്പം മുൻ പ്രതിപക്ഷ നേതാവായി ഇപ്പോഴും സ്ഥാനം വഹിക്കുന്ന സതീശനും നിയുക്ത മുഖ്യമന്ത്രി സതീശനും അടക്കമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും കാത്തിരുന്ന് കാണാം എന്താകും UDFൽ ഉരുത്തിരിഞ്ഞു വരുന്ന ഫോർമുല. നേരത്തെ പറഞ്ഞ പോലെ അനുഭവ സമ്പത്തും പുതുമുഖങ്ങളും കഴിവുമൊക്കെ മാനദണ്ഡമാക്കിയാകും ഒരു മന്ത്രിസഭാ രൂപീകരണത്തിൽ സതീഷിനെത്തുക. എല്ലാ പേരുദോഷങ്ങളും മാറ്റിവെച്ച് ഇനിയൊരു ജനത്തിനെ ക്ഷമ നശിപ്പിക്കാതെ വളരെ വേഗം കാര്യങ്ങളിലേക്ക് കടക്കുകയും ജനപ്രിയമായ നടപടികൾ സ്വീകരിക്കുകയും മറ്റും വേണം. അതനുസരിച്ചുള്ള നീക്കങ്ങൾ കോൺഗ്രസിൻ്റെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് വേണം നമുക്ക് കരുതാൻ. VV അരുൺ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ഡാനി പോൾ കൊച്ചിയിൽ നിന്ന്, G ശ്രീജിത്ത് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുന്നു. VV അനുമോദ് അല്പസമയത്തിനകം തന്നെ ചേരും മലപ്പുറത്ത് നിന്ന്. മലപ്പുറത്താണ് കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത വരാനുള്ളത്. അബ്ദുൽ ഗഫൂർ മന്ത്രിയാകുമെന്ന് അബ്ദുൽ ഗഫൂറിൻ്റെ വിഭാഗം വാദിക്കുന്നുണ്ട്. മറുവശത്ത് PK ബഷീറിനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾക്ക് മന്ത്രിസ്ഥാനം ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഏതാണ്ട് മന്ത്രിസ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നത് PK കുഞ്ഞാലിക്കുട്ടിയും N ഷംസുദ്ദീനും മാത്രമാണ് എന്നാണ് വിവരം. KM ഷാജിയുടെ കാര്യത്തിലും പാർട്ടിക്കുള്ളിൽ തർക്കങ്ങളുണ്ട് എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നു. KM ഷാജിക്കായി ഒരുപക്ഷെ പാണക്കാട് തങ്ങൾ വളരെ സ്ട്രോങ് ആയി നിൽക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ആളുകൾ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ 3ാം മന്ത്രിയായി KM ഷാജി വരും. 4ാമത്തെ മന്ത്രി ആര് എന്ന കാര്യത്തിലും 5ാമത് മന്ത്രിസ്ഥാനം കിട്ടിയാൽ ആര് എന്ന കാര്യത്തിലും ഒരു വ്യക്തതയും സൂചനയും വന്നിട്ടില്ല. CV അനുമോദ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ലീഗിന് 5 മന്ത്രിസ്ഥാനമോ അതോ 4 മന്ത്രിസ്ഥാനവും മറ്റൊരു പ്രധാനപ്പെട്ട പദവിയോ എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. അനുമോദ്, ലീഗ് ശക്തമായി തന്നെ 5 മന്ത്രിസ്ഥാനം വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ പുതിയ ഇക്വേഷനൊക്കെ അനുസരിച്ച് ഒരുപക്ഷെ 4ലേക്ക് ഒതുക്കി മറ്റൊരു പ്രധാനപ്പെട്ട ഭരണഘടനാ പദവി നൽകുക എന്ന നിലയിലേക്ക് വന്നേക്കാം. ഒപ്പം ഈ മന്ത്രിമാർ ആര് എന്ന കാര്യത്തിൽ എപ്പോഴും ഒരു അനിശ്ചിതത്വം പാർട്ടിക്കുള്ളിൽ ഉണ്ട് എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. എന്താണെങ്കിലും ഈ ലീഗ് 5 മന്ത്രിസ്ഥാനത്തിൽ നിന്നൊരു വിട്ടുവീഴ്ചയും നടത്തില്ല എന്ന് തന്നെയാണ് ലീഗ് ഉന്നത നേതാക്കളൊക്കെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഒരു തരത്തിലും നേരത്തെ അനുവദിച്ച അല്ലെങ്കിൽ നേരത്തെ ലീഗിനുണ്ടായിരുന്ന 5 മന്ത്രിസ്ഥാനത്തിൽ നിന്ന് ഒരെണ്ണം പോലും വിട്ടുകൊടുക്കേണ്ട സാഹചര്യമില്ല. കഴിഞ്ഞ തവണത്തേക്കാൾ 2 സീറ്റ് അധികം കിട്ടിയ സാഹചര്യത്തിൽ അതിന് ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യേണ്ടതില്ല എന്ന നിലപാടത്തിലാണ് മുസ്ലിം ലീഗ് ഉള്ളത്. ഇവിടെ ലീഗിനുള്ളിൽ ഇപ്പോൾ പ്രധാനമായിട്ടും ഉരുത്തിരിയാത്തൊരു പ്രധാന പ്രശ്നം മന്ത്രിമാരുടെ പേരുകളാണ്. അതിൽ 2 പേരും PK കുഞ്ഞാലിക്കുട്ടി, N ഷംസുദ്ദീൻ, ഇവർ 2 പേരും ഏറെക്കുറെ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ജില്ലാ അടിസ്ഥാനത്തിൽ ഈ ഒരു പ്രാതിനിധ്യം വേണമെന്ന ആവശ്യം നേതാക്കളുടെ ഭാഗത്ത് നിന്ന്, വിവിധ ജില്ലകളിലെ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉയർന്നതാണ് ഇപ്പോഴിവിടെ ലീഗിൻ്റെ തീരുമാനം വൈകാനുള്ളൊരു കാരണമായിട്ടുള്ളത്. KM ഷാജിയെ, അദ്ദേഹം കോഴിക്കോട് ജില്ലക്കാരനാണ്, കോഴിക്കോട് സ്വദേശിയാണ്, കോഴിക്കോടിൽ സ്ഥിരതാമസമുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹത്തെ മലപ്പുറം ജില്ലയുടെ കണക്കിൽ മന്ത്രിയാക്കാനാകില്ല എന്ന് മലപ്പുറം ജില്ലക്കാരും. എന്നാൽ അദ്ദേഹം മത്സരിച്ചത് വേങ്ങരയായതുകൊണ്ട് കോഴിക്കോടിൻ്റെ കണക്കിൽ ഉൾപ്പെടുത്തേണ്ട, കോഴിക്കോട് നിന്ന് പാറക്കൽ അബ്ദുള്ളയെ തന്നെ മന്ത്രിയാക്കണം എന്നുള്ള ഒരു ആവശ്യം കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള പ്രതിനിധികളും ഉന്നയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എറണാകുളത്ത് നിന്ന് അബ്ദുൽ ഗഫൂറിനെ മന്ത്രിയാക്കണമെന്നൊരു ആവശ്യം തെക്കൻ മേഖലയുടെ പ്രതിനിധിയായിട്ട് അദ്ദേഹത്തെ മന്ത്രിയാക്കണമെന്നൊരു ആവശ്യമാണ് വരുന്നത്. അത് ഏകദേശം നേതൃത്വം അംഗീകരിച്ച ഒരു കാര്യമാണ് എന്നാണ് മനസ്സിലാക്കാനുള്ളത്. പക്ഷേ ഇവിടെ പ്രധാനമായിട്ട് 2 പേരുകളിൽ PK ബഷീറോ KM ഷാജിയോ, ഈ 2 പേരിൽ ഒരാൾ മന്ത്രിയാകുമെന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ മാറിയിട്ടുള്ളത്. നേരത്തെ PK ബഷീർ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു എന്ന തരത്തിലായിരുന്നു വാർത്തകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതികരണവും ഉണ്ടായിരുന്നു. പക്ഷേ ജില്ലാ അടിസ്ഥാനത്തിൽ എല്ലാവരെയും പരമാവധി പ്രാതിനിധ്യമുള്ള ജില്ലകളിൽ നിന്നുള്ള അംഗങ്ങളെ ഉൾക്കൊള്ളിക്കണമെന്ന നിർദ്ദേശമുള്ളതിനാൽ 2-ൽ ഒരാളെ KM ഷാജിയോ PK ബഷീറോ എന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ മാറും. അതുപോലെ തന്നെ പാറക്കൽ അബ്ദുള്ള, AK അഷ്റഫിന് സാധ്യത, കാസർഗോഡ് സാധ്യത കുറവാണ് എന്ന തരത്തിലാണ് വരുന്ന വിവരം. പാറക്കൽ അബ്ദുള്ള, അദ്ദേഹത്തിൻ്റെ പേരും സജീവ പരിഗണനയിലുണ്ട്. എന്നുണ്ടെങ്കിൽ ഇന്ന് ചേരുന്ന പാർട്ടിയുടെ പാർലമെൻ്ററി കമ്മിറ്റിയാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലെത്തുക. ഉച്ചയ്ക്ക് 12 മണിയോടെ ഇതിൽ ധാരണയാകുമെന്നാണ് അറിയാനാകുന്നത്. PK കുഞ്ഞാലിക്കുട്ടി, N ഷംസുദ്ദീൻ എന്നിവരുടെ പേര് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അബ്ദുൽ ഗഫൂറിൻ്റെ സാധ്യതകളും ഏറെയുണ്ട്. പിന്നെയുള്ള 2 സ്ഥാനങ്ങളിലേക്കാണ് PK ബഷീറും KM ഷാജിയും
പാറക്കൽ അബ്ദുള്ളയുടെയും പേരുകൾ പരിഗണിക്കുന്നത്. എന്താണെങ്കിലും ഇന്ന് ഉച്ചയോടെ ഇക്കാര്യത്തിലൊരു കൃത്യമായ ധാരണ എത്താൻ സാധിക്കും. ഇപ്പോൾ തന്നെ പി കെ ബഷീറിൻ്റെ പേര് ഒഴിവാക്കിയ തരത്തിലുള്ള വാർത്തകളോട് വലിയ തോതിൽ തന്നെ വൈകാരികമായിട്ട് തന്നെ പ്രതികരണങ്ങളും പ്രവർത്തകരുടെ ഭാഗത്തും വരുന്നുണ്ട്. കാരണം പി കെ ബഷീർ അദ്ദേഹത്തിൻ്റെ ഓരോ തവണയും അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ചുകൊണ്ട് ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന ശൈലിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ചരിത്രം അങ്ങനെയാണുള്ളത്. മാത്രമല്ല പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളിലൊക്കെ പാർട്ടിയെ അഭിമാനകരമായ നിലയിലെത്തിച്ച ഒരു ചരിത്രം കൊണ്ട് അദ്ദേഹത്തിനുണ്ട്, വയനാട് പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളിൽ. അങ്ങനെ മാത്രമല്ല സീതി സാഹിബ് എന്ന ഉന്നത നേതാവിൻ്റെ മകൻ കൂടിയായതുകൊണ്ട് അദ്ദേഹത്തിന് പാർട്ടി അർഹിക്കുന്ന ഒരു സ്ഥാനം നൽകണം, മന്ത്രിസ്ഥാനം നൽകണമെന്ന ആവശ്യം സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ശക്തമായിട്ട് തന്നെ ഉയരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. മലപ്പുറത്തിൻ്റെ ഒരു പ്രത്യേക സ്വഭാവം, ഈ ഒരു പ്രവർത്തകരുടെ വികാരമൊക്കെ നേതൃത്വത്തിന് നന്നായിട്ട് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളിൽ ഒരു അന്തിമ തീരുമാനം ഉച്ചയോടെ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാകും. ഇതിൽ അന്തിമമാവുക സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ തീരുമാനം തന്നെയാണ്. നേരത്തെ മറ്റൊരു പ്രധാനപ്പെട്ട നേതാവിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ സ്ഥാനാർത്ഥി പട്ടികയിലെന്ന പോലെ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ മനസ്സിൽ എന്താണെന്നുള്ളത് അവസാന നിമിഷം വരെ അറിയാൻ കഴിയുന്ന ഒരവസ്ഥയല്ല. ഒരു വിസ്മയം വീണ്ടും ഉണ്ടാകുമോ, സ്ഥാനാർത്ഥി പട്ടികയിലെ പോലെ തന്നെ ഒരു വിസ്മയം ഈ ഒരു മന്ത്രി പ്രഖ്യാപനത്തിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. എന്താണെങ്കിലും നമുക്ക് ഈ നിമിഷം ഉറപ്പിക്കാവുന്ന പേരുകൾ നേരത്തെ പറഞ്ഞതുപോലെ ആവർത്തിക്കുകയാണ്. പി കെ കുഞ്ഞാലിക്കുട്ടി, എൻ ഷംസുദ്ദീൻ എന്നിവരുടെ പേര് ഇതിനോടകം തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി 3 സ്ഥാനങ്ങളിലേക്ക് വി അബ്ദുൽ ഗഫൂർ, അതുപോലെ പി കെ ബഷീർ, കെ എം ഷാജി, പാറക്കൽ അബ്ദുള്ള, ഇവർക്ക് പുറമെ മറ്റാരെങ്കിലും അവസാന നിമിഷം വിസ്മയമായിട്ട് കടന്നു വരുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ശരി അനുമോദ്, നമുക്ക് കാത്തിരുന്ന് കാണാം ആരൊക്കെ ആയിരിക്കും ലീഗിന്റെ ഭാഗത്ത് നിന്ന് മന്ത്രിമാർ എന്നുള്ളത്. 5ാം മന്ത്രിസ്ഥാനം ലീഗിന് കിട്ടുമോ എന്ന കാര്യത്തിലും ഉറപ്പ് ഇന്ന് ഉച്ചയോടുകൂടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.